അപ്പൊ നമുക്കിനി ഒരു വാർത്തയിലേക്ക് കടക്കാം. ഇന്നലെ ചേന്ദമംഗലത്ത് നിന്ന് രാത്രി വന്ന വാർത്ത വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു. ഒരു കുടുംബത്തിലെ 3 പേരെയാണ് കൊലപ്പെടുത്തിയത്. അതിലിപ്പോൾ പ്രതി റിതു ജൈൻ കുറ്റം സമ്മതിച്ചിരിക്കുകയാണ്. മുൻപ് ഡിവൈഎസ്പി എസ് ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം കേസ് അന്വേഷിക്കും. കൊലപാതക സമയത്ത് പ്രതി ലഹരി ഉപയോഗിച്ചിട്ടില്ലായിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. കൊല്ലപ്പെട്ടവരുടെ 3 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് പോലീസ് സ്റ്റേഷന് മുമ്പ്. ഒപ്പം വിഷ്ണു സുരേഷും ചേരുന്നുണ്ട്. ആദ്യം നമ്മൾ വിഷ്ണുവിലേക്കാണ്. വിഷ്ണു, വളരെ ഞെട്ടിക്കുന്ന വാർത്ത നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നലെ രാത്രി വന്ന വാർത്ത. അതിലിപ്പോൾ ഇതാ പ്രതി കുറ്റം സമ്മതിച്ചിരിക്കുകയാണ്. ഇനിയുള്ള നടപടിക്രമങ്ങൾ ഏതൊക്കെ രീതിയിലാണ്? അന്വേഷണ സംഘത്തിന് ഇനിയുള്ള നീക്കങ്ങൾ എങ്ങനെയായിരിക്കും വിഷ്ണു? കീർത്തന, നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. മുനമ്പം ഡിവൈഎസ്പി എസ് ജയകൃഷ്ണനാണ് അന്വേഷണ ചുമതല. ഇതിനോടകം തന്നെ പ്രാഥമിക തെളിവ് ശേഖരണം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇന്ന് ഫോറൻസിക് വിഭാഗവും ഡോഗ് സ്ക്വാഡും സംഭവസ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയിരുന്നു. ഇനിയുള്ളത് ഈ പ്രതിയായ റിതു ജയനെ പറവൂർ കോടതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അല്പസമയത്തിനകം തന്നെ റിമാൻഡ് റിപ്പോർട്ട് പൂർത്തിയാക്കി റിതുവിനെ ഈ കോടതിയിലേക്ക് എത്തിക്കും. അതിനുശേഷം കസ്റ്റഡി അപേക്ഷ നൽകി കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് അടക്കമുള്ള നടപടിയിലേക്ക് പോകാനാണ് നിലവിൽ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ ചോദ്യം ചെയ്യലിനിടെ െല്ലാം പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുന്നു. പ്രതിക്ക് ചില സൈക്കോപാത്ത് സ്വഭാവമുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട്. പ്രതി തന്റെ സഹോദരിയെ മോശമായി ചിത്രീകരിക്കാനും മോശമായി പരാമർശിക്കാനും ഒക്കെ ഈ ജിതിന്റെ കുടുംബം ശ്രമിച്ചു. അതുമായി ബന്ധപ്പെട്ടുള്ള വൈരാഗ്യമാണ് ഈ അക്രമത്തിലേക്ക് കലാശിച്ചതെന്ന് പറയുന്നുണ്ട്. എഫ്ഐആറിലടക്കം പറയുന്നത് കരുതിക്കൂട്ടിയുള്ള ആക്രമണമെന്നാണ്. അങ്ങനെ തന്നെയാണ്. അതായത് കയ്യിൽ ആയുധവും ഏന്തിയാണ് ആ വീട്ടിലേക്ക് കയറി ചെന്നത്. ആദ്യം അവിടെയുള്ള വിനീഷയെ മർദ്ദിക്കുന്നു, പിന്നീട് ഉഷയെ മർദ്ദിക്കുന്നു, വേണുവിനെ മർദ്ദിക്കുന്നു. ഏറ്റവും അവസാനമാണ് ജിതിനെ തലക്കടിച്ച് വീഴ്ത്തുന്നത്. അങ്ങനെ ഒരു ബ്രൂട്ടൽ മർഡറാണ് നടന്നിരിക്കുന്നത്. സമീപകാലത്ത് കേരളം കേട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു അരുംകൊലയാണ് നടന്നിട്ടുള്ളത്, കൂട്ടക്കൊലയാണ് നടന്നിട്ടുള്ളത്. പോലീസ് എത്രയും പെട്ടെന്ന് ചാർജ് ഷീറ്റ് നൽകാനുള്ള നടപടിയിലേക്കടക്കം കടക്കുകയാണ്. കീർത്തന. ശരി വിഷ്ണു, എന്തായാലും വിഷ്ണു സൂചിപ്പിച്ച പോലെ തന്നെ വളരെ ഞെട്ടിക്കുന്ന ഒരു കൊലപാതകം. ഈ ഒരു കുടുംബത്തിലെ 3 പേര്, ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒരുപാട് നാളുകളായി ഉണ്ടായിരുന്നതാണ്. ഇന്നലെ നമ്മൾ മദ്യലഹരിയിലായിരുന്നില്ല എന്ന് എടുത്തു പറയുന്നുണ്ട്. ബോധത്തോടെ വന്ന് സൈക്കോപാത്ത് ആണെന്നും പറയുന്നത്. കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഇപ്പോൾ വിഷ്ണു സൂചിപ്പിച്ച പോലെ പറയുന്നുണ്ട്. നേരത്തെ ബൈറ്റ് എടുത്തപ്പോ അയൽക്കാർ പറയുന്നുണ്ട്, ഇപ്പൊ കൂടിയിരിക്കുന്ന ആൾക്കാർ പോലും ചിലപ്പോൾ ആ പ്രതിക്കെതിരെ ഒന്നും പറയില്ല, അത്രയും പേടിയാണ് അവർക്ക് എന്ന് പറയുന്നു. അശ്വിൻ കൂടുതൽ വിവരങ്ങളുമായി പോലീസ് സ്റ്റേഷന് മുമ്പിൽ നിന്ന് ചേരുന്നുണ്ട്. അശ്വിൻ, പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? പ്രതിയെ അവിടെ നിന്നും ഉടൻ തന്നെ മാറ്റുമോ? എന്തൊക്കെയാണ് അവിടെ നിന്നും നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? കീർത്തന, ഈ സംഭവ സ്ഥലത്തെയും ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലെയും എല്ലാം ഫോറൻസിക് പരിശോധന പൂർത്തിയായിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് കൂടി ചേർത്താൽ റിമാൻഡ് റിപ്പോർട്ട് പൂർത്തിയാകും. അത് കോടതിയിലേക്ക് കൊണ്ടുപോകും. ഒപ്പം പ്രതിയും ആ കൂടെ ഉണ്ടാകും. ഇന്നലെ ജിതിന്റെ ബൈക്കുമായാണ് പ്രതി കൊലപാതകം നടത്തിയ ശേഷം അവിടുന്ന് രക്ഷപ്പെട്ടത്. ആ ബൈക്കാണിത്. ഇതിൽ അല്പസമയം മുമ്പ് ഫോറൻസിക് വിഭാഗത്തിന്റെ പരിശോധന ഉണ്ടായിരുന്നു. ഒപ്പം വിളടയാള വിദഗ്ധരും ഇതിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. ഇത് ആ ഫോറൻസിക് പരിശോധനയുടെ അവസാന ഘട്ടമായിരുന്നു. ഈ ബൈക്കിലെ കാര്യങ്ങൾ പരിശോധിക്കുക എന്നുള്ളത്. അത് പൂർത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിന്റെ അവസാന ഘട്ടത്തിലാണ് പോലീസുകാരുള്ളത്. അതുകൂടി പൂർത്തിയാകുന്ന മുറയ്ക്ക് ഏകദേശം ഒരു 4:30 തന്നെ അല്ലെങ്കിൽ 5 മണിക്കുള്ളിൽ തന്നെ പ്രതിയെ കോടതിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളായിരിക്കും നടക്കുക. കോടതിയിലെത്തിച്ചാൽ മറ്റ് തുടർ നടപടികൾ റിമാൻഡിലേക്ക് സ്വാഭാവികമായും പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ റിമാൻഡിലേക്ക് പോയാൽ അതിനോടൊപ്പം കസ്റ്റഡി അപേക്ഷ കൂടി നൽകാനാണ് പോലീസ് ശ്രമിക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയിരുന്നു. ഒപ്പം അതിന് പിന്നാലെ ഇനിയിപ്പോൾ സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പടക്കം നടത്തേണ്ടതുണ്ട്. അതിലേക്കാണ് അടുത്ത നടപടിയായിട്ട് പോലീസ് പോവുക. പക്ഷേ അതിന് അല്പം കടമ്പ പോലീസിന് കടക്കേണ്ടി വരും. കാരണം ഈ പ്രതിക്കെതിരെ വലിയ ജനരോഷമുണ്ട്. നാട്ടുകാരടക്കം വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. ആ സാഹചര്യത്തിൽ പ്രതിയുമായി ഈ സംഭവ സ്ഥലത്തേക്ക് ഇന്ന് പോയാൽ അത് വലിയ പ്രശ്നത്തിലേക്ക് പോകും എന്നുള്ളൊരു സൂചനയാണുള്ളത്. അതുകൊണ്ട് സംസ്കാര ചടങ്ങുകളെല്ലാം പൂർത്തിയായ ശേഷമായിരിക്കും ഒരുപക്ഷെ നാളെയോടുകൂടിയൊക്കെ ഈ സംഭവ സ്ഥലത്ത് പ്രതിയെ എത്തിച്ചുള്ള തെളിവെടുപ്പ് നടത്തൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ കോടതിയിലേക്ക് പ്രതിയുമായി പോകും. കീർത്തന. അശ്വിൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ ജനരോഷം വല്ലാതെ ഉണ്ടാവും. കാരണം തൊട്ടടുത്ത വീടുകളാണ്, നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടു. തൊട്ടു മുന്നിലുള്ള വീട് അത്രയും സ്നേഹത്തോടെ പരസ്പരം സ്നേഹിച്ചും കരുതലോടുകൂടിയൊക്കെ ജീവിക്കണം. ബന്ധുക്കളെക്കാൾ കൂടുതൽ പലപ്പോഴും നമ്മൾ അയൽവക്കക്കാരുമായിട്ടാണ് അടുപ്പവും സൗഹൃദവും. ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വല്ലാത്തൊരു ദേഷ്യവും പ്രതിഷേധവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോൾ അത് ആ രീതിയിലുള്ള അവരുടെ പ്രതികരണങ്ങൾ അത് രോഷപ്രകടനങ്ങളായി തന്നെ വന്നേക്കാം.
ആ രീതിയിൽ തെളിവെടുപ്പ് കുറച്ച് മാറ്റിവെക്കുന്നു. ഒപ്പം തന്നെ ഇവരുടെ സംസ്കാര ചടങ്ങുകൾ അത് പറവുത്തറയിലെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലായിരിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? പിന്നെ ഈ തെളിവെടുപ്പിനുള്ള കുറച്ച് ക്രമീകരണങ്ങളൊക്കെ തന്നെ നടത്തേണ്ടി വരുമായിരിക്കും ഇതിനു മുൻപ് തന്നെ, അല്ലേ? സുരക്ഷാ ക്രമീകരണങ്ങൾ. തീർച്ചയായും സ്മിത, എന്തായാലും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം 3 മൃതദേഹവും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ചേന്നമംഗലത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ബന്ധുവിൻ്റെ വീട്ടിൽ പൊതുദർശനം ഉണ്ടാകും. അവിടെ നാട്ടുകാരും ബന്ധുക്കളും അടക്കം മൃതദേഹങ്ങളിൽ അന്തിമോപചാരം അർപ്പിക്കും. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുക. അത് ഇന്ന് തന്നെ എല്ലാം പൂർത്തിയാക്കുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. ഒപ്പം ഈ നാളത്തെ തെളിവെടുപ്പിനുള്ള വലിയ ഒരുക്കങ്ങൾ തന്നെ പോലീസിന് നടത്തേണ്ടി വരും. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതിൽ ഇന്നലെ നാട്ടുകാരുമൊക്കെ സംസാരിക്കുമ്പോൾ അവരെല്ലാം രോക്ഷാകുലരാണ്. ഈ ജിതിൻ്റെ വീടുമായി മാത്രമല്ല പ്രതിക്ക് പ്രശ്നമുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വസ്തുത. ഇന്നലെ പുറത്തു വന്ന ഒരു ദൃശ്യം, അത് ഒരു വീട്ടിൽ വളർത്തുന്ന നായയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രശ്നത്തെ തുടർന്ന് കമ്പിവടിയുമായി വീട്ടിൽ അടിക്കാൻ ചെല്ലുന്ന ഈ ഋതുവിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അത് സമീപത്തെ മറ്റൊരു വീടാണ്. അങ്ങനെ ആ പ്രദേശത്തെ ഒട്ടുമിക്ക ഭൂരിഭാഗം വീടുകളുമായി ഈ പ്രശ്നത്തിൽ ഏർപ്പെടുന്ന ആളാണ് ഋതു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അപ്പോൾ ഈ ഒരു 3 കൊലപാതകം കൂടി വരുമ്പോൾ സ്വാഭാവികവും നാട്ടുകാർ പിടിവിട്ട് നിൽക്കുകയാണ് എന്നുള്ളതാണ് അവരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ആ സാഹചര്യത്തിൽ ഈ പ്രതിയെ അവിടെ കണ്ടാൽ അവർ ഏത് വിധേന ഏത് തരത്തിൽ പെരുമാറും അല്ലെങ്കിൽ ഏത് തരത്തിൽ പ്രതികരിക്കും എന്നുള്ളതൊക്കെ പ്രവചനാതീതമാണ്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ വലയത്തിൽ തന്നെയായിരിക്കും തെളിവെടുപ്പ് നടക്കുക. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങളുമായി ചേർന്നത്. പ്രീത, നമ്മുടെ ഈവനിങ് ഷോ ആണ്, പക്ഷെ അവരോട് സത്യം പറഞ്ഞാൽ ഗുഡ് ഈവനിങ് എന്ന് പറയാൻ തോന്നുന്നില്ല. കാരണം ഇന്നലെ മുതൽ അവരത് നേരിട്ട് കണ്ട ആ ദൃശ്യങ്ങളൊക്കെ കണ്ട്, അതൊരു കുടുംബത്തിലെ 4 പേർ, ആ 4 പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. അച്ഛനും അമ്മയും മകളും മകളുടെ ഭർത്താവുമാണ്. അതിലൊരാൾ അതീവ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരിതൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവരെയും അത് മാനസികമായി ബാധിക്കുന്നുണ്ടാവും. അത് അവരുടെ മുഖത്ത് കാണാൻ കഴിയുന്നുണ്ട്.